സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് കണ്ണൂർ ജില്ലയിലും കോടികളുടെ പണപ്പിരിവ് നടന്നു. കോടികൾ തട്ടിയെടുത്തതായ പരാതിയിൽ മുഖ്യ കണ്ണിയെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ പണം നൽകിയവർ ആശങ്കയിലായി. സംസ്ഥാന വ്യാപകമായി ഇയാൾ പണം പിരിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആരും പോലീസിൽ പരാതി കൊടുക്കരുതെന്നും പണം തിരികെ നൽകുമെന്നുമുള്ള ഇയാളുടെ ശബ്ദ സന്ദേശവും ഇതിനിടയിൽ പണം നൽകിയവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എത്തി. സ്ത്രീകൾക്ക് പകുതി വിലക്ക് സ്കൂട്ടർ. 1,20,000 രൂപയുടെ സ്കൂട്ടറിന് 60,000 രൂപ അടച്ചാൽ 3 മാസത്തിനകം സ്കൂട്ടർ വീട്ടിലെത്തും. ഈ വാഗ്ദാനവുമായാണ് ഒരു സംഘം വ്യാപക പണപ്പിരിവ് നടത്തിയത്. തട്ടിപ്പിന് വുമൺ ഓൺ വീൽ എന്ന് പേരുമിട്ടു. ഇതിലെ മുഖ്യകണ്ണി ഇടുക്കി സ്വദേശി അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴയിൽ അറസ്റ്റ് ചെയ്തതോടെയാണ് പണം നൽകിയവർ ആശങ്കയിലായത്. കണ്ണൂരിൽ 2000-ലധികം ആളുകൾ സ്കൂട്ടറിനായി 60,000 രൂപ വെച്ച് കൊടുത്തതായാണ് പരാതി. ഇത് തന്നെ 120 കോടിയോളം രൂപ വരും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്യാമ്പയിൻ നടത്തിയാണ് ആളുകളെ ചേർത്തത്. വിശ്വാസം ഉണ്ടാക്കുന്നതിനായി കുറച്ചുപേർക്ക് ലാപ്ടോപ്പ്, സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ എന്നിവ നൽകുകയും ചെയ്തിരുന്നു. ഇത് വിതരണം ചെയ്യാൻ വലിയ തോതിൽ പരിപാടികളും സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും അടക്കം പങ്കെടുപ്പിച്ച് പല സ്ഥലങ്ങളിലും പരിപാടികൾ നടത്തി. ഇത് കണ്ടാണ് പലരും പണം നൽകിയത്. അനന്തുകൃഷ്ണൻ കസ്റ്റഡിയിലായയുടൻ ഇടപാടുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ശബ്ദ സന്ദേശവും അയച്ചു. ആരും പരാതി നൽകരുതെന്നും പണം തിരികെ നൽകുമെന്നുമായിരുന്നു ആ സന്ദേശം. പ്രിയപ്പെട്ട ഗുണഭോക്താക്കളെ, നമസ്കാരം. അനന്തുകൃഷ്ണനാണ്. ഞാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഇരുന്നാണ് ഈ വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി നമ്മൾ ബന്ധപ്പെട്ട് നിന്ന പ്രസ്ഥാനം, അതിൻ്റെ ഭാരവാഹികൾ ഈ പൈസ മേടിച്ച കാര്യങ്ങൾ വൈകുന്നു എന്നതിനെ തുടർന്ന് അവർ കൊടുത്തൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് CSR ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കൊച്ചിയിലെ ഗോകുലം പാർക്ക് ഹോട്ടലിൽ വെച്ച് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ തിരികെ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പൈസ തിരികെ തരാനോ സാധനങ്ങൾ തരാനോ കഴിയും. എനിക്ക് CSR ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് നടന്നില്ലെങ്കിലോ എന്ന് കരുതി ഇപ്പം റോൾ ചെയ്യപ്പെട്ടിട്ടുള്ള പൈസയുടെ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളത്. പുതിയ പരാതികൾ ഉണ്ടായാൽ എൻ്റെ തിരിച്ചുവരവ് സാധ്യമാകില്ല. ഞാൻ അകത്ത് കിടക്കും തോറും എനിക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചെയ്യുവാൻ നിങ്ങളുടെ പൈസ ഉൾപ്പെടെ തിരികെ തരാൻ പറ്റില്ല. ഞാൻ പുറത്തു നിന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പല വിധത്തിലും ഇത്തരമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വരുന്നത് ഒരു കേസുണ്ടാകും, ആളെ പിടിച്ചകത്തിടും, അയാൾക്ക് ചലിക്കുവാനോ കാര്യങ്ങൾ നീക്കുവാനോ കഴിയില്ല, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യും, ഫോണുകൾ മേടിച്ചു വെക്കും, ജയിലിൽ കിടക്കും. അത് അവസാനം ആളുകൾ വലിയ പ്രശ്നത്തിലാവും. ഞാനിവിടുന്ന് ഒളിച്ചോടുകയില്ല. എനിക്ക് പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ ഞാൻ ഇന്ത്യ വിട്ടു പോവുകയില്ല. എനിക്ക് ഇവിടെ നിന്ന് കമ്പനികളെ കണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ പ്രതീക്ഷിച്ച ഫണ്ടുകൾ വരാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ NGO കോൺഫെഡറേഷനിലൂടെ വരേണ്ടുന്നത് വരാതിരുന്നപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലായി പോവുകയും ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചുമലിലേക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങളിത് മനസ്സിലാക്കുക. എനിക്കിപ്പോൾ സംസാരിക്കാൻ ഒരു സുഹൃത്തിൻ്റെ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു വോയിസ് മെസ്സേജ് തരുന്നതാണ്. സ്കൂട്ടറിന്റെ പകുതി പണം പ്രമുഖ കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കമ്പനികൾ CSR ഫണ്ട് നൽകുന്നതെന്നും ഈ സംഘം പറഞ്ഞു വിശ്വസിപ്പിച്ചു. വ്യാപകമായി സ്ത്രീകളെ തന്നെ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തി. ശമ്പളം നൽകിയാണ് ഇതിന് ആളുകളെ നിയോഗിച്ചത്. 15,000 രൂപ വരെ ശമ്പളവും നൽകി. സംസ്ഥാനത്താകെ 1000 കോടിയോളം രൂപയുടെ പിരിവ് നടന്നു എന്നാണ് സംശയിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത അനന്തുകൃഷ്ണനെ കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ടെന്നാണ് മൂവാറ്റുപുഴ പോലീസ് പറഞ്ഞത്. സംസ്ഥാന വ്യാപകമായി പണപ്പിരിവ് നടന്നിട്ടുണ്ടെന്ന് മൂവാറ്റുപുഴ പോലീസ് കണ്ണൂർ വിഷനോടും പറഞ്ഞു. കണ്ണൂരിലെ പ്രധാന സ്റ്റേഷനുകളിലെല്ലാം പരാതികളും എത്തിത്തുടങ്ങി. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിരവധി പേർ പരാതിയുമായി എത്തി. അഴീക്കോട് പഞ്ചായത്തിൽ മാത്രം 350-ലധികം പേർ സ്കൂട്ടറിനായി പണം നൽകിയിട്ടുണ്ടത്രേ. ഗൃഹോപകരണങ്ങൾക്ക് വേറെയും കോടികൾ ഒരു പഞ്ചായത്തിൽ നിന്ന് മാത്രം പിരിച്ചെടുത്തുവെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.